മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മീഡിയ വണ്ണിന്റെ പുതിയ കുത്തിത്തിരിപ്പ് നിങ്ങൾ കണ്ടോ? എന്തൊക്കെ സഹിക്കണോ? ഒരു ദിവസം കേരളത്തിൽ മുന്നോട്ട് പോവാൻ എജാതി കുത്തിത്തിരിപ്പാണെന്നോ മീഡിയ വൺ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വായിച്ചേൽപ്പിക്കാം. ശോഭാ സുരേന്ദ്രന്റെ വോട്ടിന് നോട്ട് വിവാദം. മീഡിയ വൺ റിപ്പോർട്ടർ സാജിദ് അജ്മലിന് BJP RSS ഭീഷണി, അപായപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും നീക്കം നടക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. BJP RSS ഭീഷണി പോലും ഈ സാജിദ് അജ്മലി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന് നേരെ ഭീഷണിയുണ്ട് എന്ന് സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഇത് കേട്ടതോടുകൂടിയിട്ട് എത്ര ആളുകളാ പ്രതികരിച്ച് രംഗത്തെത്തിയത് എന്നോ? PK കുഞ്ഞാലിക്കുട്ടിയെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത് നോക്കാം. സാജിദ് അജ്മലിനെതിരായ ഭീഷണി ഗൗരവകരം, സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിക്കണം. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുമായിരിക്കും, കേരളം വേറെ എന്ന് സംഘപരിവാർ മനസ്സിലാക്കണം. അടുത്തതായിട്ട് VD സതീശൻ രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ വൺ റിപ്പോർട്ടർക്കെതിരായ RSS ഭീഷണി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി, പോലീസ് കർശന നടപടി സ്വീകരിക്കണം. അടുത്തതായിട്ട് റിയാസ് വിളിച്ചു പറയുന്നത്, സാജിദ് അജ്മലിനെതിരായ RSS BJP ഭീഷണി ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയെങ്കിൽ വളരെ ഗുരുതരമായ വിഷയം, വിവരം പുറത്തെത്തിച്ചതിനെ ആദരിക്കുകയാണ് വേണ്ടത്. മുഹമ്മദ് റിയാസ്. അതായത് ഓരോ ആളുകളും തിരിച്ചറിയ ഏറ്റവും ഒടുവിൽ റിയാസ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയെങ്കിൽ, ഞാക്ക് പോലും ഉറപ്പില്ല ഇത് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത്. ഇനി ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു, റിപ്പോർട്ടിൽ ഭീഷണിപ്പെടുത്തു. എന്ത് തെളിവാണ്? ഇന്റലിജൻസ് എന്ത് കോപ്പിലെ തെളിവാണ് ഇതിനൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇന്റലിജൻസിൽ ഏതോ സുഡാപ്പികളെ പറയുന്ന സംവിധാനത്തില് ഉണ്ടാവും മതി. അവരെന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുക, എന്നിട്ട് അതും പൊക്കിപ്പിടിച്ച് മീഡിയ വൺ വാർത്ത കൊടുക്കുക. ഇതൊക്കെ മലയാളികളെ വിശ്വസിക്കാൻ മലയാളികൾ എന്താ പൊട്ടന്മാരാണോ? 2014 മുതൽ, അതിനു മുമ്പേ ഉണ്ട്, 2014 മുതൽ രാജ്യം അടക്കി ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ, നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സകല മന്ത്രിമാർക്കെതിരെ, പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്കെതിരെ, BJP മുഖ്യമന്ത്രിമാർക്കെതിരെ, RSS മേധാവി മോഹൻ ഭാഗവതിനെതിരെ എത്ര കാലമായി ഈ മീഡിയ വണ്ണ് തോന്നിയതുപോലെ നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെ അടുപ്പുകൂട്ടി ചർച്ചയിലൂടെ അവർ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് BJPയോ RSSോ ഇവരെ മൈൻഡ് പോലും വെച്ചോ? ഈ മീഡിയ വണ്ണിന് BJP RSS സംവിധാനോ മൈൻഡ് പോലും വെക്കുന്നില്ല. എന്നിട്ടാണ് ഒരു ചോപ്പ വിഷയത്തില്, ഒരു പച്ചക്കള്ളം റിപ്പോർട്ട് ചെയ്ത വിഷയത്തില്, കേരളത്തിലെ ഒരു തുക്കട വിഷയം. യഥാർത്ഥത്തിൽ BJPയോ ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ റിപ്പോർട്ടോ ആ വീഡിയോ ഒന്നും വിശ്വസിക്കുന്ന പോലും ബോധമുള്ള ഒരു മനുഷ്യനത് വിശ്വസിക്കുന്ന, ഒരു നാടകം, ഒരു തിരക്കഥ, അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞില്ലേ കേരളത്തില്? അങ്ങനെയുള്ള ഒരു ചൊപ്പ വിഷയത്തില് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ BJP RSS ഭീഷണി എന്നൊക്കെ പറഞ്ഞാൽ മീഡിയ വണ്ണിൽ ലേശം ഉളുപ്പൊക്കെ ആയിക്കോട്ടെ, അത് ഉളുപ്പില്ലാത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ്. ഉളുപ്പ് എന്ന് പറയുന്നത് അയലത്ത് കൂടിയ എത്താത്തൊരു പ്രധാനപ്പെട്ട മാധ്യമം. ഉളുപ്പില്ലാതെ പറയണോ, ഭീഷണിപ്പെടുത്തി പോയിട്ടും മൈൻഡ് പോലും വെക്കാതെയാണ് BJP കേന്ദ്ര സംവിധാനങ്ങള്, സംസ്ഥാന സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് വന്നു. മൈൻഡ് പോലും വെക്കാനില്ല. നമുക്കറിയില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഈ എന്തൊക്കെയായിരുന്നു പുകില്, പീഡന കേസ് പോലും ഈ പറയുന്ന മീഡിയ വണ്ണ് പൊക്കിക്കൊണ്ടുവന്നില്ലേ? ഏത് സമയത്ത് സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിന്റെ കണ്ണും കാതുമായിട്ടുള്ള സകല മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്തോ ചെയ്തു എന്ന് പച്ചക്കളേതൊരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലൊരു പച്ചക്കള്ളം അവർ പുറത്തു വിട്ടിട്ട് ഈ പറയുന്ന മീഡിയ വണ്ണിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകൻ സുരേഷ് ഗോപിയെ ഉപദ്രവിക്കുന്ന രീതിയിൽ, എറിയുന്ന രീതിയിൽ
നമ്മളൊക്കെ മാധ്യമങ്ങളിൽ ഫോട്ടോ കണ്ടില്ലേ? മീഡിയ വൺ ആക്രമണത്തിന് സുരേഷ് ഗോപിക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. കേരള ജനത ഒന്നടങ്കം കണ്ടതാ. ഇപ്പൊ പുറത്തൊരു മീഡിയ വണ്ണിന് ആരും ശ്രദ്ധിക്കില്ല. എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ, ഇത് അങ്ങനെയാണല്ലോ ഇപ്പൊ കേരളത്തിൽ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താ? എന്ത് വിഷയം ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ തലയിലേക്ക്. എന്നിട്ട് കുറെ നേതാക്കന്മാര് UDFന്റെ LDFന്റെ ഒരു SDPI നേതാവൊക്കെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അങ്ങറ്റത്തെ ഞെട്ടിക്കലൊക്കെ ആയിട്ടെത്തി. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഒരു SDPI നേതാവാണ് ഇത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഈ അബൂബക്കർ എന്ന ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് ഞങ്ങളെ പഠിപ്പിച്ച രാഷ്ട്രീയം ഇതായിരുന്നു. മാധ്യമം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്, മർക്കസ് കാന്തപുരം AP അബൂബക്കർ മുസല്യാരുടേതാണ്. പക്ഷെ ഈ രണ്ടു സ്ഥാപനങ്ങൾക്ക് മേലും ശത്രുവിന്റെ ഒരു കരിങ്കൽ ചീള് എന്ന് വീഴുന്നുവോ അന്നത് നമ്മുടേത് കൂടിയായി മാറും. അതുകൊണ്ട് തന്നെ RSS BJPയും മീഡിയ വൺ റിപ്പോർട്ടർ സാജിദ് അജ്മലിനെതിരെ ഭീഷണി ഉയർത്തുമ്പോൾ സാജിദിനൊപ്പം ഞങ്ങൾ ഉണ്ടാവും. മൊത്തട്ടിപ്പേർ അവകാശമായിട്ടാണല്ലോ മൊണ്ണ സുഡാപ്പികൾ കേരളത്തിൽ മുന്നോട്ട് വന്നത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. മീഡിയ വൺ ഇപ്പൊ കേരളത്തിൽ കത്തിക്കുന്ന ഒരു വിഷയ. ഈ മരം മൊണ്ണകളെ ഈ വാർത്തയൊക്കെ ബോധമുള്ള ഏതെങ്കിലും മലയാളി വിശ്വസിക്കുമോ? ഇവരെത്ര കാലമായി അടുപ്പ് കൂട്ടിയിട്ട് നരേന്ദ്രമോദിക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ, കേന്ദ്ര സകല മന്ത്രിമാർക്കെതിരെ, BJPയുടെ സകല മുഖ്യമന്ത്രിമാർക്കെതിരെ എത്ര കാലമായി നമ്മുടെ കേരളത്തിൽ നട്ടാൽ വിളയ്ക്കാത്ത കള്ളങ്ങൾ പറയുന്നു. എന്നിട്ട് ഇവർ ആരാധിക്കുന്നത് ആരെയാ? ഇറാനെ, സിറിയയെ, ഗൾഫ് രാജ്യങ്ങളെ, ഈ പറയുന്ന ഖത്തറിലോ ഗൾഫ് രാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യമാട്ടെ. ഗൾഫ് രാജ്യങ്ങളോട് ഇപ്പൊ താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ താല്പര്യം ഇറാനോട് മാത്രം. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ അവഗണിച്ചിട്ടുണ്ട്. ഇവരാരാധിക്കുന്ന ഇറാനിലോ ഇറാഖിലോ അല്ലെങ്കിൽ പലസ്തീൻ എന്ന പ്രദേശത്തൊക്കെ പോയിട്ട് ഇവർ ഇതുപോലെ അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഈ മൗദൂദികളുടെ തല ഉണ്ടാവും ഉടലിന്റെ മുകളിൽ. അതല്ല യാഥാർത്ഥ്യോ? അതേസമയം നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയെ വിമർശിക്കുക ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇവരൊക്കെ അതിരി കടന്ന് നമ്മുടെ നിയമത്തിനെതിരായിട്ട് പോലും പല സമയങ്ങളിലും ഈ പറയുന്ന മൗദൂദികൾ ഇരുന്ന് തോന്നിയത് വിളിച്ചു പറയാറുണ്ട്. എന്നിട്ട് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കല്ല. അതാ സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോട്ടെ. അവർ ഈ മീഡിയ വണ്ണൊക്കെ എക്കാലത്തും ഇവിടെ ഇങ്ങനെ തുറന്ന് പ്രവർത്തിച്ചാൽ ഒരു വലിയൊരു ഉപകാരമുണ്ട്. ലോകത്തൊരു പ്രശ്നം വരുമ്പോൾ തീവ്രവാദികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, കേരളത്തിലൊരു സുഡാപ്പി വിഷയം വരുമ്പോൾ സുഡാപ്പി മൈൻഡ് എന്താണ്, തീവ്രവാദ മൈൻഡ് എന്താണ്, ജിഹാദി മൈൻഡ് എന്താണ് എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ പെട്ടെന്ന് മീഡിയ വണ്ണെന്ന് പോയിട്ട് തുറന്നു നോക്കിയാൽ ഒരു വസ്തുവില്ല. അവരെങ്ങനെ വട്ടം കൂടിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഹമാസ് ഭീകര സംഘടന തന്നെ. ഇവർ എന്തു പറയുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ശരി എന്നുള്ളത് മലയാളികൾ തിരിച്ചറിഞ്ഞു. ഇപ്പൊ ശോഭയെ വേട്ടയാടലാണ് ഇപ്പോ കേരളത്തിലൊരു ട്രെൻഡ്. അത് മീഡിയ വണ്ണും പരമാവധി അവരുടെ മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ ആക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തയായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത്? BJP, RSS ഇവര് എന്തോ ഭയപ്പെടേണ്ട ആളുകളാണ്, ഇവർ ഭയപ്പെടുത്തുന്ന ആളുകൾ. ഇത്തരത്തിലുള്ള ഒരു പ്രതീതി മനഃപൂർവ്വം സൃഷ്ടിക്കാനാണ് ഇവരൊക്കെ. ഇന്റലിജൻസ് എന്ത് കോപ്പിലെ റിപ്പോർട്ടറോ എന്ത് തെളിവാണ് അവർക്കുള്ളത്? എന്നിട്ടൊരു വാർത്ത കൊടുക്കുക, BJP, RSS നാടും പറയിപ്പിക്കരുത്. ഈ മൗദൂദികളൊക്കെ നാടിന് തന്നെ അപകടമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. ഈ നട്ടാൽ മുളയ്ക്കാത്ത RSSും BJPക്കും വേറെ പണിയില്ലേ? ഇവരൊന്നും ഈ മീഡിയ വണ്ടിനെ മൗദൂദികളെയൊന്നും ഈ RSSോ BJPയോ മൈൻഡ് പോലും ചെയ്യാറില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയുക.